നടിയെ ആക്രമിച്ച കേസില് തീർച്ചയായും സഹതാപം അർഹിക്കുന്ന, എന്നാൽ അധികം ആരും ചർച്ച ചെയ്യാത്തൊരു കഥാപാത്രമുണ്ട്. പ്രോസിക്യൂഷൻ വക്കീല്. ശരിക്കും അവരുടെ പരാജയം തന്നെയാണ് ഈ കേസിന്റെ വിധി ഇങ്ങനെയായി തീർന്നത്. കാരണം ഒന്നാം പ്രതിയെ കിടക്കാക്കപ്പെടുന്ന ഈ പൾസർ സുനിക്ക് അതീവതയോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് മാത്രമല്ല, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 5 പേർക്കും, അങ്ങനെ 6 പേർക്കും ഇവരോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല, മുൻ പരിചയവും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും എന്നുള്ളതല്ലാതെ മുൻ പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അവർ ഈ കൃത്യം ചെയ്തു? ഇതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഗുണഭോക്താവ് മറ്റൊരാളാണ്, അത് 8ാം പ്രതിയാണ്. അപ്പൊ 8ാം പ്രതി ഇതിന്റെ ഗുണഭോക്താവാണ് തെളിയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും തെളിവുകളുമുണ്ട്. ഒന്ന്, ഇതിന്റെ ദൃശ്യങ്ങൾ എങ്ങനെ അയാളുടെ കയ്യിലെത്തി? അയാൾ കുടുംബസമേതനായി ഈ ദൃശ്യങ്ങൾ കണ്ടതിന് സാക്ഷിയുണ്ട്, ദൃക്സാക്ഷിയുണ്ട്, സാഹചര്യ തെളിവുകളുമുണ്ട്. 2, ഇയാളുടെ സ്വഭാവം. ഇയാൾക്ക് 2ാം ഭാര്യയെ മഞ്ജുവിനോടോ 3ാം ഭാര്യയെ കാവ്യയോടോ മാത്രമല്ല ബന്ധമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. സിനിമാ ലോകത്തെ ഒരുപാട് നടിമാരോട് ശാസ്ത്രീയവും അനാശാസ്ത്രീയവുമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇയാളെ എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, സാക്ഷികളും സാക്ഷിമൊഴികളുമുണ്ട്. അതൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ളതുമാണ്. അപ്പോ നല്ലൊരു ക്യാരക്ടർ അല്ല 8ാം പ്രതിയുടെ നിന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ തനിക്ക് ശത്രുതയുള്ളവർക്കെതിരെ ശക്തമായ പ്രതികാര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ശ്രീമാൻ തിലകൻ ഉൾപ്പെടെ. അങ്ങനെ എത്രയോ പേര് അങ്ങനെ പ്രതികാരദാഹിയായ ഒരാളാണ് 8ാം പ്രതി എന്നും തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ ഇയാൾ പ്രതികാരം ചെയ്തതാണ് ഈ നടപടിയെന്നും തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നൊഴിഞ്ഞോടുവാൻ ആ വക്കീലിനാവുകയില്ല. അവരുടെ ഉദ്ദേശത്തെ ശുദ്ധമാണെങ്കിൽ പോലും ഒരു വക്കീലിന് വക്കീൽ പണി അറിയാമല്ലേ, പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ മേൽക്കോടതിയിൽ പോകുമ്പോഴും ഇതേ വക്കീലാണ് കേസ് വാദിക്കുന്നതെങ്കിൽ ഫലം തഥൈവ, അത്ര തന്നെ. വേറെ നല്ല വക്കീലിനെ വെച്ച് വാദിച്ചാൽ കേസ് വിധിയിൽ മാറ്റം ഉണ്ടായേക്കാം. അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും സഹതാപം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് പ്രോസിക്യൂഷൻ വക്കീല്. താങ്ക് യു.